സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബിനോയ് വിശ്വം, ഒരുപക്ഷെ താങ്കൾക്ക് ഒരുപാട് ഓർമ്മകൾ ഈ മഹാഗായകനുമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെല്ലാവരെയും നടുക്കിയിരിക്കുകയാണ്. ഈ വിയോഗത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹവുമായുള്ള ബന്ധം എങ്ങനെയാണ് അനുസ്മരിക്കുക? ഒരുപാട് ഓർമ്മകളെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ നല്ല നല്ല കുറച്ച് ഓർമ്മകളുണ്ട്. അതെല്ലാം ഒരിക്കലും മറക്കാനാകാത്തതുമാണ്. ഒന്ന്, എൻ്റെ സ്കൂൾ വിദ്യാർത്ഥി കാലത്താണ് ഞാൻ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് കേൾക്കുന്നത് പാട്ടുകാരനായിട്ട്. മഞ്ഞിലയിൽ നിന്ന് തോട്ടി ഇറങ്ങിയിട്ടുള്ള പാട്ടുകളുമായിട്ട് ഒരു പുതിയ ആളിന്റെ വരവ്. യേശുദാസ് കടക്കിവാണ മലയാള ഗാനശാഖ രംഗത്തേക്ക് ആഴമുള്ള ഭാവഗാംഭീര്യമായ ശബ്ദവുമായിട്ടൊരു പുതിയ ഗായകൻ വന്നു. നമ്മളെല്ലാവരും യേശുദാസിന്റെ ശബ്ദമാധുര്യത്തിൽ എല്ലാം അവതരിക്കുമ്പോഴും ഈ പുതിയ ശബ്ദത്തിന്റെ ഉടമയെ നമ്മളെല്ലാം സ്നേഹിച്ചു പോയി അറിയാതെ. അങ്ങനെയാണ് ആ പേര് മലയാളി നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയത്. പിന്നെ എത്രയോ പാട്ടുകൾ, അതിനകത്ത് ഒന്നിനി ശ്രുതതാഴ്ത്തി പാടുക നീ പൂങ്കയിലെ പോലെയുള്ള ലളിത ഗാനങ്ങൾ അടക്കമുള്ള എത്രയോ ഗാനങ്ങൾ കാലം കഴിഞ്ഞാലും നാം മറന്നു പോകില്ല. എൻ്റെ ഒരു പാട്ട് അദ്ദേഹം എഴുതിയത് എനിക്ക് ഒരു അതിശയമായിരുന്നു. അത് ഈസ്റ്റ് കോസ്റ്റിലെ വിജയേട്ടൻ എന്നോട് പറഞ്ഞു, ഒരു പ്രണയഗാനം വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വേണം, 2 ദിവസം കൊണ്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ടാകുന്ന പോലെ പ്രണയഗാനം എഴുതിയിട്ട് വെച്ചു. പിന്നെ എന്നോട് പറഞ്ഞ് ഈ പാട്ട് പാടാൻ പോകുന്നത് ജയചന്ദ്രനാണ്, ഫീമെയിൽ വോയിസ് മഞ്ജരി ആയിരിക്കും എന്നും പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ല. പക്ഷേ പിന്നെ അദ്ദേഹം എനിക്ക് അതിന്റെ റെക്കോർഡ് ചെയ്തിട്ട് പാട്ട് അയച്ചു തന്നു. എനിക്ക് ശരിക്കും ഒരു അഭിമാന മുഹൂർത്തമായിരുന്നു അത്. ഞാൻ എഴുതിയ വരികൾക്ക് ശബ്ദം തരാൻ വേണ്ടി ജയചന്ദ്രനെ പോലെയുള്ള വലിയ ഗായകൻ വന്നിരിക്കുന്നു, മഞ്ജരി കൂടെ പാടുന്നു. അതെനിക്ക് വലിയ ആവേശകരമായിട്ടുള്ള ഓർമ്മയാണ്. ഞാൻ വലിയ പാട്ടെഴുത്തുകാരൊന്നും അല്ലെങ്കിൽ പോലും പാട്ട് കേൾക്കാനും പാട്ട് വല്ലപ്പോഴും എഴുതാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് വലിയ ബഹുമതിയായിട്ട് തോന്നി. പിന്നെയും നേരെ കഴിയുന്നതിന് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ തന്നെ ആദ്യമായിട്ട് കണ്ടുമുട്ടി. അപ്പൊ എന്നെ അദ്ദേഹം അറിയുന്നത് പാട്ടിന്റെ ആളായിട്ടല്ല. അദ്ദേഹം അറിയും നിലനിർത്തി അറിയും. പക്ഷെ അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ്. പഴയ മന്ത്രിയൊക്കെ ആയിരുന്ന ആള്, നേതാവായിട്ടുള്ള ആള്, അതല്ലാതെ ഒരു ഗാനം എഴുതുന്ന ആളായിട്ട് അദ്ദേഹത്തിന് അപ്പം അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പാട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഏത് പാട്ടെന്ന് ചോദിച്ചു. ഞാൻ ആ പാട്ട് പറഞ്ഞു. ഓ, ഞാൻ മറന്നുപോയി, അത് ഞാനത് പാടിയതെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം നല്ല നല്ല ലൈൻസ് ആയിരുന്നു. ഞാനത് പാടുമ്പോഴത്തേക്ക് എൻ്റെ തത്വം വന്നപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ചോദിച്ചു, നമ്മളെല്ലാം അറിയുന്ന വിജയ തന്നെയാണോ അതോ വേറെ ആളുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വിജയേട്ടൻ പറഞ്ഞു അത്രേ, ആ വിജയ തന്നെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. അതിന് അദ്ദേഹം ഷെയർ ചെയ്ത മുഹൂർത്തവും എനിക്ക് ഓർമ്മയുണ്ട്. ഇതെല്ലാമാണ് അദ്ദേഹത്തെ പറ്റിയുള്ള എൻ്റെ വ്യക്തിപരമായിട്ട് ഏറ്റവും നല്ല ഓർമ്മ. പിന്നെ പലപ്പോഴും ചടങ്ങുകൾക്ക് വെച്ച് കാണാറുണ്ട് അദ്ദേഹത്തിന്റെ നല്ല പെരുമാറ്റം, വിജയം നിറഞ്ഞ വർത്തമാനം, ഒരു വലിയ ഗായകന്റെ ഭാവവും അഹങ്കാരം ഒട്ടുമില്ലാത്ത ഒരു പെരുമാറ്റ രീതി, അതെല്ലാമാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ജയചന്ദ്രന്റെ സ്മരണ എല്ലാവരെ പോലെ ഏറെക്കാലം മാഞ്ഞു പോകാത്ത നിൽക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നന്ദി ശ്രീ ബിനോയ് വിശ്വം. നമുക്കൊപ്പം ചേർന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് നമ്മോട് ഇപ്പോൾ പ്രതികരിച്ചത് ജയചന്ദ്രനെ കുറിച്ച്.